ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ 2 കേസുകളിലാണ് ഉണ്ടായിരുന്നത്. ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ, കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് വരുന്നത്. ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്കിറങ്ങും. ഈ കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ ആകെ ഉണ്ടായിരുന്ന പ്രതികളിൽ ഇപ്പോൾ 4ാമത്തെ ആളാണ് ഇത്തരത്തിൽ പുറത്തേക്ക് വരാൻ ഇരിക്കുന്നത്. ഷമീർ അബ്ദുൽ ചേരുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന്. ഷമീർ, എന്തായാലും പോറ്റിയും പുറത്തേക്ക് ഇറങ്ങാനിരിക്കുകയാണ്. പോറ്റിക്ക് 2ാം കേസിലും ജാമ്യം. രുചീഷ്, പോറ്റി ാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. 90 ദിവസമായി കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2ാമത്തെ കേസിലും കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായ ജാമ്യത്തിന് പ്രതിക്ക് അർഹതയുണ്ട് എന്ന തരത്തിൽ നേരത്തെ തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം വന്നിരുന്നു. 2ാമത്തെ കേസിൽ കൂടി ഇപ്പോൾ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങാനാണ് സാധ്യത. ഇപ്പോൾ ഷമീർ അബ്ദുൽ ചേരുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന്. ഷമീർ, വിശദാംശങ്ങൾ. ലഭിച്ചിരിക്കുന്നു 2 കേസുകൾ. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ നേരത്തെ ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചു. അതിനുശേഷം ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ നൽകിയത്. ഇപ്പോൾ കോടതി കേസെടുത്തിരിക്കുന്നു, ജാമ്യം നൽകിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ കഴിയും എന്നാണ് അറിയുന്നത്. ഇവിടെ പോറ്റിയുടെ ഭാര്യ കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും കർശന ഈ ജാമ്യം. ഷമീർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത് വലിയ പ്രതിഷേധമാണ്. കാരണം സ്വർണ്ണക്കൊള്ള ഉയർത്തി വലിയ തരത്തിൽ നിയമസഭയിലും പുറത്തുമൊക്കെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഓരോ പ്രതികളായി പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ്. ഇന്ന് അല്പസമയം മുമ്പ് ഷമീർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും കോടതിയുടെ തീരുമാനമെന്ന്. ഈ റിപ്പോർട്ട് കോടതി പരിഗണിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും പരാമർശങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കോടതിയിൽ. ഇന്ന് ബെയിൽ ഗ്രാൻഡഡ് എന്ന് മാത്രമേ ജഡ്ജി പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നൊരു കാര്യം മാത്രമാണ് കോടതിക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസിൽ സ്വാഭാവികമായി ഒരു പ്രതിക്ക് കിട്ടേണ്ട നീതിയാണ് 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം നൽകുക എന്നുള്ളത്. ആ നീതി കോടതി നടപ്പാക്കി. ഒപ്പം തന്നെ പ്രോസിക്യൂഷന് വലിയ വിമർശനം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. കാരണം ഒരു കേസിൽ, അത് കുറ്റപത്രം സമർപ്പിക്കാതെ സംസ്ഥാനം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. എന്തായാലും ഈ കേസിലെ 1ാം പ്രതി പുറത്തിറങ്ങുന്നു. നേരത്തെ രുചീഷ് പറഞ്ഞതുപോലെ 4ാമത്തെയാൾ പുറത്തിറങ്ങുന്ന, നമുക്കറിയാം, നേരത്തെ മുരാരി ബാബു പുറത്തിറങ്ങി, N ശ്രീകുമാർ പുറത്തിറങ്ങി, സുധീഷ് കുമാർ പുറത്തിറങ്ങി. ഇപ്പോൾ കേസിലെ 1ാം പ്രതി കൂടി പുറത്തിറങ്ങുന്നു. എന്തായാലും ഉപാധികൾ പ്രകാരമാണ് പുറത്തേക്ക് പ്രതി എത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല, അങ്ങനെ തുടങ്ങിയ കർശന ഉപാധികൾക്കൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ആഴ്ചയിൽ 2 ദിവസം ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഏതെങ്കിലും ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് വിളിച്ചു വരുത്തണമെങ്കിൽ അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പോറ്റി എത്തേണ്ടി വരും. തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഉപാധികളിൽ പറയുന്നത്. എന്തായാലും ഈ ഉപാധികളുടെ ഓർഡർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തിറങ്ങും. അത് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിയാത്തൊരു സാഹചര്യം. ഇന്നിപ്പോൾ കോടതി നടപടി ആരംഭിക്കുമ്പോൾ തന്നെ SIT ഉദ്യോഗസ്ഥർ ആരും തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ കേസിൽ നേരത്തെ തന്നെ ഇതിന്റെ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു. പക്ഷേ ഈ കേസിലേക്ക് എത്തുന്ന പല കണ്ണികളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം നടക്കുന്നു. പല പ്രതികളും, അത് 1ാം പ്രതിയുമായിട്ടുള്ള കണക്ഷൻ, അവരുമായി കൂട്ടുകെട്ട് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് എന്ന് SIT തന്നെ കോടതി നമ്മോടൊപ്പം KM ഷബ്ന കൂടി ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, എന്തായാലും പോറ്റിക്ക് കൂടി ജാമ്യം ലഭിക്കുന്നു. 4ാമത്തെ ആൾ കൂടി ഇപ്പോൾ പുറത്തിറങ്ങാൻ ഇരിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു പരാമർശമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്, അന്വേഷണത്തിൽ വലിയ തരത്തിൽ ഇത്തരത്തിൽ
ഇത്തരത്തിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന ആശങ്കയൊന്നും ഇല്ല എന്നായിരുന്നു ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരാമർശം. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ പുറത്ത് വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്, സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. ഇനി അറിയേണ്ടത് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് ശേഷം എന്തൊക്കെയാണ് കൂടുതലായി ചില നിബന്ധനകൾ കൂടി പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒരാഴ്ചക്കിടെ 2 തവണ ഹാജരാകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത്.